മാഹിയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് അല്ലേ ഫിറു? മാഹിയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണല്ലേ പറഞ്ഞേ? അല്ല, ആദ്യം നമ്മൾ അങ്ങോട്ട് പോകുന്നേ. ആദ്യം മാഹി കഴിഞ്ഞ് പെട്രോൾ അടിച്ചിട്ടല്ലേ കണ്ടു. ഓക്കേ, ഇതാണ് കൊയിലാണ്ടി. ഇതാണ് കൊയിലാണ്ടി ബസ് സ്റ്റോപ്പ് ഗൈസ്. ഇല്ല, മനസ്സിലാവുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കടലും നിലാവും. ഫിറു ഒന്നും ചെയ്യണ്ട, ഫിറു ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിന്നെയും ഒരു യാത്ര പോകണല്ലേ ഫിറു? ഇതാണ് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഇതാണ് നമ്മൾ എങ്ങോട്ടാ? കണ്ണൂരേക്ക്. നമ്മൾ പിന്നെയും കണ്ണൂര് പോവാണ് ഗൈസ്. നമ്മളെ ഐശുവിന്റെ ചേച്ചിന്റെ കല്യാണമാണല്ലേ നാളെ. അപ്പൊ നമ്മൾ ഇന്ന് വൈശുവിന്റെ അവിടെ പോവും. അവിടെ ദീപുണ്ട്. ദീപക്ക്. അപ്പൊ നമ്മൾ എല്ലാ തവണയും പോവാറുള്ളത് മറ്റേ വഴിയാണ്. അതേത് വഴിയാണ്? വടകര വഴിയാ. വടകര വഴിയാ. പക്ഷെ ഇന്ന് നമ്മളൊരു വെറൈറ്റിക്ക് കൊയിലാണ്ടി വഴിയാണ് ഗൈസ് പോകുന്നത് അല്ലേ? പക്ഷെ റോഡ് മറ്റേ നല്ല രസമായിരുന്നു, മറ്റേ പ്രകൃതി രമണീയമായിരുന്നു. നല്ല വെയിലുണ്ട്. അപ്പൊ നമുക്ക് മാഹിന്ന് പെട്രോൾ അടിക്കണം ആസ് യൂഷ്വൽ. എന്നിട്ട് നമുക്ക് മെല്ലെ പോവാം അല്ലേ? പ്രകൃതി രമണീയ ഇല്ല എന്ന് പറഞ്ഞിട്ട് ദേ ഗൈസ് കുറച്ച് പ്രകൃതി കൊണ്ടെത്തന്നിട്ടുണ്ട്. മരങ്ങൾ, ശരിക്കും മരങ്ങളൊക്കെ ഉള്ള റോഡിലൂടെ പോവാൻ നല്ലൊരു സുഖാണല്ലേ ഫിറേ? മരങ്ങൾ മനസ്സ് തണുപ്പിക്കുന്നു. നല്ല ഭംഗിയുണ്ടോ കാണാന്? ബ്ലൂവിന്റെ പല വേരിയേഷൻസ്. ടയർഡായോ? വെയില് ഇന്ന് മഴ ഉണ്ടായിരുന്നില്ല. പിന്നെ റോഡും ഒരു സുഖമില്ല അല്ലേ? നമ്മൾ പേരാമ്പ്ര വഴി വരുന്നതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതന്നെയാണ്. തിരിച്ച് നമുക്ക് അതിലൂടെ വരാം ഗൈസ്. മാഹി ഇന്ത്യയിലോട്ട് പോവാ. ബോർഡ് കണ്ട് കഴിഞ്ഞ് കഷ്ടപ്പെട്ട് വണ്ടി നിർത്തിയതാണ് ഗൈസ്. നിർത്തി കാണിച്ചതാ നിങ്ങളെ. അങ്ങനെ ഏകദേശം നമ്മൾ എത്താറായല്ലേ ഫിറു? മാഹിയിലോട്ട് എത്താറായി. അവിടുന്ന് ഇനി പെട്രോൾ അടിച്ചിട്ട് ആൽമര. ഇവിടെ ഇത് പണിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ബ്രിഡ്ജ് മറ്റേ വഴി പോകേണ്ടി വരും. നമ്മളങ്ങനെ മാഹിയിലോട്ട് വെൽക്കം ടു മാഹി ബോർഡ് കണ്ടല്ലോ. ബോർഡ് കണ്ടല്ലോ നിങ്ങൾ. വെൽക്കം ടു മാഹി. അങ്ങനെ നമ്മൾ വീണ്ടും മാഹിയിലെത്തിയിരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? പെട്രോൾ അടിക്കുക പോവാ. പെട്രോൾ അടിക്കാനിരിക്കുകയാണോ? പെട്രോൾ അടിക്കാനിരിക്കുക. എന്ത് തിരക്കോ വണ്ടി നമ്മള് പെട്രോൾ അടിച്ച് കഴിഞ്ഞ് ഇനി കണ്ണാടി പറമ്പിലോട്ടില്ലേ പോയാല് ഇനിയുണ്ട് ഗായ്സ് 1 മണിക്കൂർ. എനിക്ക് വയ്യ. എന്റെ ഫോണൊക്കെ നിങ്ങൾ ഇതേ ജയിലിൽ പോലെ ഫിറിപ്പിനെ കുറിച്ച് പറയുന്നേ. വഴികൾ ഞങ്ങൾക്ക് ചാവടിക്കണ്ടേ? പാലത്തിന്റെ പണി കഴിഞ്ഞാൽ തോന്നുന്നു. ഓക്കേ ഗൈസ്, മാഹി ബ്രിഡ്ജ് പാലത്തിന്റെ പണി കഴിഞ്ഞു. വാവ്, കടലും ഇതും കൂടെ ജോയിൻ ചെയ്തു. ഞാൻ കാണിച്ചിട്ട് കാണില്ലടാ, കുഞ്ഞല്ലേ.
നമ്മൾ തലശ്ശേരി എത്തിയിട്ടുണ്ട് ഗൈസ്. ചായ തപ്പി തപ്പി പോയിക്കൊണ്ടിരിക്കുക. കട കാണുന്നുണ്ട് പക്ഷെ ഒന്നില് വീഴ്ച. നമ്മളെ പാളയം പോലെ ഉണ്ടല്ലേടാ. സ്മെല്ല് ചെയ്യുന്നു ഈ നമ്മള് പാളയം പോകുമ്പോഴുള്ള സ്മെല്ല്. ഇവിടെ ഒരു പ്രതിമയുണ്ട് ഗൈസ്. അബ്ദുൽ കലാം സാർ. ഒരു നല്ല മിനിക്കൂർ വരാണ്ടോ. ഇതല്ല ചക്കടിയുള്ള ഗൈസ് എന്നെ പറ്റിച്ചു ഗൈസ്. ഇതല്ല ഓർമ്മണ്ടോ? കടല്. അയ്യോ ഇത് കാണുന്നില്ല ഞാൻ എടുക്കുമ്പോ. എങ്ങനെ അവിടെ കാണായിരിക്കും ഗൈസ്. കടല് 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 കണ്ടോ? കടലിലെടുത്തുകൂടാ. ഗൈസ് ഫൈനലി നമ്മൾ ഈ ചായക്കട കണ്ടുപിടിച്ചു ഗൈസ്. ഇവിടെ നിന്നാണ് നമ്മൾ മുന്നേ ഹോട്ടൽ വിക്ടോറിയ. അവരങ്ങ് എൻജോയ് ചെയ്തിരിക്കുവാടാ. എത്താറായോ ഗൈസ്? എത്തി ഗൈസ്. എത്താറായി ഗൈസ്. പക്ഷേ ഒരു പരുവമായി ഗൈസ്. ഞങ്ങളിങ്ങനെ നേരത്തെയൊക്കെ വന്നോണ്ട് വൈശുവിന്റെ വീട്. വൈശുവിടെ ഉണ്ടോ അറിയില്ല. ഉണ്ടാവുമായിരിക്കും. ദീപ് കാറാണോ? ദീപിനാരാ? വീട്ടിലെത്തി. ഫിറും വൈശും എല്ലാം ഹൽദിക്ക് പോയി. ഞാൻ ഹൽദിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഉച്ചക്ക് വന്നതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടായി. ഉറക്കമൊക്കെ ആയിരുന്നു ഞാൻ. അത് കഴിഞ്ഞിട്ട് രാത്രി നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. ഐശ്വര്യയുടെ വീട്ടിലോട്ട് പോയി. അവിടെ റിസപ്ഷൻ പോലെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഭയങ്കര വൈബായിരുന്നു. പാട്ട് പാടലും ഡാൻസ് കളിക്കലൊക്കെ ആയിട്ട്. ഈ കുഞ്ഞിപ്പം മൊത്തം ആക്റ്റീവായിരുന്നു കേട്ടോ. അവൻ നട്ടപ്പാതിരായിട്ട് മൊത്തം ഡാൻസ് കളിയൊക്കെ ആയിരുന്നു. അപ്പം വൈശാഖ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വൈശ് നന്നായിട്ട് പാട്ട് പാടും. അപ്പം അവൻ കുറേ പാട്ടുകളന്ന് പാടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സ്പീഡുള്ള പാട്ടുകളും അതേപോലെ നല്ല മെലഡീസും ഒക്കെ പാടുന്നുണ്ടായിരുന്നു. ഈ പാട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചിരണമെന്ന് എനിക്കുണ്ട്. പക്ഷേ കോപ്പിറൈറ്റ് ഒരു ഇഷ്യൂ ആണ് ഗൈസ്. അതല്ലാതെ നമുക്ക് ട്രാക്കൊന്നും ഇല്ലാതൊരിക്കൽ വൈശിനെ കൊണ്ട് പാടിക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ എന്നെ പിടിച്ച് നടുവിലിരുത്തി. നിങ്ങളിപ്പം കണ്ടത് വിജിഷയാണ് കേട്ടോ. ഞാൻ അവളുടെ കൂടെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം കൈമുട്ടി ഇതാണ് ഐശ്വര്യ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇവർ പാട്ടൊക്കെ പാടി കഴിഞ്ഞിട്ട് അവിടെ വെറുതെ സൈഡിൽ മാറിയിരുന്ന് എന്നെ പിടിച്ച് നടുവിലെത്തിയിട്ട് ഒരു ഒപ്പന കളിക്കലും ഡാൻസൊക്കെ ആയിരുന്നു. എന്നെ മണവാട്ടിയൊക്കെ ഗൈസ്. എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് രാത്രി ഞാൻ ഉറങ്ങിക്കളഞ്ഞതാണ്. എനിക്ക് ഇങ്ങനത്തെ ഒത്തിരി ബഹളം ഒന്നും അങ്ങനെ ശരിയാവുന്ന ആളല്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ ഇവരിതെന്തോ ഡുവറ്റ് പാടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇത് ഐശ്വര്യയുടെ കസിനാണെന്ന് തോന്നുന്നു. അത് വൈശാഖും അവളും കൂടെ ഡുവറ്റൊക്കെ പാടുന്നുണ്ടായി. അപ്പോൾ ദേ ഇനി വരാൻ പോകുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇവരെന്നെ നടുവിലിരുത്തി ഡാൻസ് കളിക്കുന്നതിൻ്റെ ബഹളമാണ് ഗൈസ് ഇത്. അപ്പം പാർട്ട് 2 കല്യാണം വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും കാണാം.